ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 8, 2024 നടന്ന HSST കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ 1 തൊട്ട് 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് Z12, പ്ലസ് ഇസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D. Number of subgroups of Z12, plus is option D, 6. Second question, let R star be the group of non-zero real numbers under usual multiplication. Which of the following is a homomorphism from R star to R star? So, the answer option C, f of x is equal to 1 by modulus of x. Next question, which of the following is always true? Option A, every ring has a multiplicative identity. Option B, every field has a multiplicative identity. Option C, every commutative ring has a multiplicative identity. Option D, in a field, every element has a multiplicative inverse. So, the answer option B, every field has a multiplicative identity. Next question, let G be the connected bipartite simple graph with 15 vertices. If the independence number is 10, then the edge independence number is. So answer for this question is option A, 5. Next question, which of the following is true? Option A, K5 is a planar graph. Option B, K3, 3 minus E is a planar graph for any E in K3, 3. Option C, K3, 3 is a planar graph. And option D, K2, 3 is a non-planar graph. Is true ennaanu choദിchekkunna. So the answer is option B, K3, 3 minus E is a planar graph for any edge E in K3, 3. So K33 എന്ന് പറയുന്ന പ്ലാനർ ഗ്രാഫ് ആണ് എന്നുള്ളത് ഫോൾസ് ആണ്. അതായത് ഇത് നോൺ പ്ലാനർ ആണ്. അതിനകത്ത് നിന്ന് ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ അത് പ്ലാനർ ആകും എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ലെറ്റ് G be the simple graph with 12 vertices and degree of each vertex is 3. If K is the vertex connectivity and K dash is the edge connectivity of the graph G, which of the following is true? Option A, K is less than K dash. Option B, K dash less than K. Option C, K. Option D, K plus K dash is equal to 8. So, answer for this question is option A, K is less than K dash. Next, the value of alpha for which the system of equations x plus y plus z is equal to 9 and x minus y plus z is equal to 5, 2x plus y plus az is equal to 9 is not consistent. So, ഇത് consistent അല്ല എങ്കിൽ ആൽഫയുടെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് 2. ഓപ്ഷൻ ബി ആണ് 2. അതായത് നമുക്കറിയാം ഇൻകൺസിസ്റ്റന്റ് ആകണമെങ്കിൽ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് ബി ആണ്, റാങ്ക് ഓഫ് എ ആണ്, നോട്ട് ഈക്വൽ ടു ആണ്. അപ്പോൾ ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത് ആൽഫ 2 ആണ് കേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ഈക്വൽ ടു 1 0 0 1 2 0 2 1 minus 1, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ? സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സോ ഈ മെട്രിക്സിനകത്ത് നിന്ന് നമുക്ക് പറയാം ഇതിൻ്റെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 1ഉം 2ഉം -1ഉം ആണ്. സോ ഈ വാല്യൂസിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത്
റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടുമോ എന്ന് ചെക്ക് ചെയ്താൽ മതി. സോ ഹിയർ ഇവിടെ നമുക്ക് 1 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുകയാണെങ്കിൽ 1 മൈനസ് 2 മൈനസ് 1 മൈനസ് 2 ഈ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ എ അല്ല. ഇവിടെയും അതുപോലെ ഓപ്ഷൻ ബി 1 മൈനസ് 2 മൈനസ് 1 മൈനസ് 3. സോ ഈ ഓപ്ഷൻ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ബിയും അല്ല. 1 മൈനസ് 2 മൈനസ് 1 പ്ലസ് 3. സോ ഹിയർ ഓൾസോ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഓപ്ഷൻ സിയും അല്ല. ഇവിടെ 1 മൈനസ് 1 ക്യൂബ് മൈനസ് 2 1 സ്ക്വയർ 2 മൈനസ് 1 പ്ലസ് 2. സോ ഇത് ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് അനലൈസ് ചെയ്യാം. ഈ ഗിവൺ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെട്രിക്സസ് കനോട്ട് ബി ഡയഗണലൈസ്ഡ്? സോ ഡയഗണലൈസ് ചെയ്യാൻ പറ്റാത്ത മെട്രിക്സ് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ദ സ്റ്റേറ്റ്മെന്റ് P is Q. If P then Q is logically equivalent to. നമുക്കറിയാം ഇതിൻ്റെ നമുക്ക് എന്താണ് ഓർ റെപ്രസെൻറ്റേഷനിൽ എഴുതിയാൽ നെഗേഷൻ P ഓർ Q ഡിസ്റ്റൻഷൻ Q എന്നാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്റ്റൻഷൻ റെപ്രസെൻറ്റേഷൻ. സോ ഇതിന് ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും എക്സ്പ്രഷൻ അതിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. സോ ഹിയർ ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ബിക്കോസ് നെഗേഷൻ P ഇത് ഡിമോർഗൻസ് ലോ വെച്ച് നെഗേഷൻ നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്താൽ നെഗേഷൻ P യൂണിയൻ നെഗേഷൻ ഉള്ളിലോട്ട് പോകുമ്പോൾ യൂണിയൻ ആവും. നെഗേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് Q. അപ്പോൾ ഇത് ഇക്വലൻ്റ് ആവും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ടോട്ടോളജി? നോട്ട് എ ടോട്ടോളജി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടേബിൾ വരച്ച് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ടോട്ടോളജി ലാസ്റ്റ് റോ ഫുള്ള് ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് കിട്ടുന്നത് ടി അല്ല, ഫുൾ ടി അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയാലും ഇത് ടോട്ടോളജി അല്ല. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, in an examination the question paper consists of 15 questions divided into 3 parts, A, B, C, consisting of 4, 5, 6 questions respectively. A student is required to answer 10 questions, selecting at least 3 from each. The number of ways he can select the question is. So 10 questions select ചെയ്യണം. 3 മിനിമം എല്ലാത്തിൽ നിന്നും മിനിമം 3 എടുക്കണം. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 4 ഉണ്ട്. 4-നകത്ത് നിന്ന് 3 എടുക്കണം ഉറപ്പായിട്ടും. 5 നിന്ന് 3 എടുക്കണം. ബി എടുക്കണം. എ, ബി, സി ആണെങ്കിൽ 6ാമത്തെ സിക്കകത്ത് നിന്ന് നമുക്ക് ഫുൾ 10 വേണമല്ലോ. സോ ഇവിടെ നിന്ന് 2 കൂടി 6 എടുത്തു. ബാക്കി റിമൈനിങ് 4 സിന്ന് എടുക്കാം. പ്ലസ് 4C4 എക്കകത്ത് നിന്ന് മൊത്തം 4 എടുക്കാം. എന്നിട്ട് ബിയിൽ നിന്ന് 3 സിയിൽ നിന്ന് 3 എടുക്കാം. പ്ലസ് എയിൽ നിന്ന് 3 എടുക്കാം. ബിയിൽ നിന്ന് 4 എടുക്കാം. സിയിൽ നിന്ന് 3 എടുക്കാം. സോ ഇത് ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1200. ഓപ്ഷൻ ബി. Number of 4-digit number which are divisible by 9 that can be formed using the digit 0, 2, 3, 6, 7, 9 if no digit is repeated. So ഇതിന്റെ ആൻസർ 42 ആണ് വരുന്നത്. ഓപ്ഷൻ സി. Next, number of positive integers less than or equal to 2000 which are divisible by 2 or 3 or 5. So നമ്മുടെ ഇൻക്ലൂഷൻ ലോ അതായത് എ യൂണിയൻ ബി യൂണിയൻ സി ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫോർമുല വെച്ചിട്ടാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 1466 ആണ്. ഓപ്ഷൻ എ. Consider the function r to r
defined by f of x is equal to x square plus x minus 2 is, so ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, neither injective nor surjective. Let R be the relation on the set of natural numbers defined by a comma b is an element in R if and only if a plus b is a multiple of 5, then R is. So ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, സിമെട്രിക് ആണ് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the data structure used to manage the recursion is, നമുക്കറിയാവുന്നതാണ്, സ്റ്റാക്ക് ആണ് റിക്കർഷൻ മാനേജ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the symbol used to denote the select operation in relational algebra, സെലക്ട് ഓപ്പറേഷൻ ഇൻ റിലേഷണൽ ആൾജിബ്ര നമ്മൾ യൂസ് ചെയ്യുന്നത് സിഗ്മ സിമ്പൽ വെച്ചിട്ടാണ്, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following is not a constraint in SQL? കൺസ്ട്രെയിൻ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? യുണീക് കൺസ്ട്രെയിൻ ഉണ്ട്, ചെക്ക് കൺസ്ട്രെയിൻ ഉണ്ട്, പ്രൈമറി കീ കൺസ്ട്രെയിൻ ഉണ്ട്. കൺസ്ട്രെയിൻ അല്ലാത്തത് ഏതാ? യൂണിയൻ ആണ്, ഓപ്ഷൻ ബി. The number of entities to which another entity can be associated via a relationship set is, നമുക്കറിയാം നമ്പർ ഓഫ് എൻറ്റിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്? കാർഡിനാലിറ്റി റേഷ്യോ, ഓപ്ഷൻ സി. Entity relationship modeling technique is, entity relationship modeling technique എന്ന് പറയുന്ന ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the functional dependency is a relationship that exists between or among. ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി നമ്മൾ എപ്പോഴും പറയുന്നത് എന്തിന്റെ ബേസിലാണ്? ആട്രിബ്യൂട്ട്സിന്റെ ബേസിലാണ്, ആട്രിബ്യൂട്ട്സ്, ഓപ്ഷൻ എ. The phase in which a transaction may release lock but may not obtain any new lock. അതായത് അക്വയർ ലോക്ക് ചെയ്യുന്നത്, ലോക്ക് അക്വയർ ചെയ്യുന്ന ഫേസ് ഗ്രോയിങ് ഫേസും ലോക്ക് റിലീസ് ചെയ്യുന്ന ഫേസ് എന്ന് പറയുന്നത് ഷ്രിങ്കിങ് ഫേസ് ആണ്, ഓപ്ഷൻ ബി ആണ് ഇവിടെ. ഇവിടെ റിലീസ് ആണ് ചോദിച്ചേക്കുന്നത്, സോ ഓപ്ഷൻ ബി ഷ്രിങ്കിങ് ഫേസ് ആണ്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ദി ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ്, നമുക്കറിയാം എന്താണ്? ഡി ഫ്ലിപ്പ് ഫ്ലോപ്പില് 0 കൊടുത്താൽ ഔട്ട്പുട്ട് 0, 1 കൊടുത്താൽ ഔട്ട്പുട്ട് 1. സോ ഓപ്ഷൻ സി ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ഓപ്ഷൻ ഡി, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. A computer has 128K of memory. How many bytes does this represent? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഈ കെ എന്ന് പറഞ്ഞാൽ 128 ഇൻറ്റു 1024, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് നമ്പർ ഓഫ് ബൈറ്റ്സ് എന്ന്. സോ ആ വാല്യൂ ഇതാണ് 131072, ഓപ്ഷൻ എ. The combinational circuit that compare two numbers and determine their relative magnitudes. നമുക്ക് ആ പേരിനകത്ത് തന്നെ കിട്ടും, കമ്പയർസ്, സർക്യൂട്ട് ദാറ്റ് കമ്പയർസ്. സോ ആൻസർ മാഗ്നിറ്റ്യൂഡ് കമ്പാരറ്റർ, ഓപ്ഷൻ സി. Given two binary numbers, x is equal to 1010100 and y is equal to 1000011. What is the result of x minus y? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അറിയാം, ബൈനറി സബ്ട്രാക്ഷൻ ആണ്, നമ്മളത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ബി ആണ്. The maximum number of unique output lines from 4 input line decoder is, 4 input line decoder എന്ന് പറയുന്നത് 4 input line 4 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 2n, that is 2⁴, so 16 ആയിരിക്കും ഔട്ട്പുട്ട് ലൈൻസ്, ഓപ്ഷൻ എ. If H is a hit ratio of the cache memory, what is the miss ratio? അറിയാവുന്ന കാര്യമാണ്. ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി വാല്യൂ ആണ്. സോ എച്ച് ആണ് ഹിറ്റ് റേഷ്യോ എങ്കിൽ 1 - h ആണ് മിസ് റേഷ്യോ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി. Which of the following statement is correct about addressing mode? 1. Direct addressing is a scheme in which the address specifies which memory word or register contain the operand. 2. Indirect addressing is a scheme in which address specifies which memory word or register contain the address of the operand. 3.
In register addressing, the address will contain the register number in which operand is stored. So ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. The decimal equivalent of BCD code. So BCD കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ കൺവേർഷൻ നമുക്കറിയാം 4 ബിറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. സോ നമുക്കറിയാം ഇത് 5, ഇത് 8 and this one is 6. 586, option B. Next question. The DMA transfer mode in which the entire block of data is transferred in one contiguous sequence is. Entire data ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന മോഡ് ഓഫ് ട്രാൻസ്ഫർ ഇൻ ഡേറ്റ DMA എന്ന് പറയുന്നത് എന്താണ്? ബേസ്റ്റ് മോഡാണ്. ഓപ്ഷൻ എ. The result of 83 minus 16 in binary is 83 minus 16 നമുക്ക് ചെയ്യുമ്പോൾ 67 ആണ് കിട്ടുന്നത്. 67ന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. Next question. The mechanism that uses hard disk as a part of computer memory is. അതായത് സെക്കൻഡറി മെമ്മറിയെ നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറി ആയിട്ട് പ്രൈമറി മെമ്മറി ആയിട്ട് കമ്പാറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിസത്തിനെ വിളിക്കുന്ന പേരാണ് വെർച്വൽ മെമ്മറി. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സെക്കൻഡറി മെമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The method used for prioritizing multiple interrupt is called. പ്രയോറിറ്റി യൂസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഇന്ററപ്റ്റിനെ പ്രയോറിറ്റി വെച്ച് ഹാൻഡിൽ ചെയ്യുന്ന മെക്കാനിസം ആണ് ഡെയ്സി ചെയിനിങ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എക്സ്പാൻഷൻ ഓഫ് EAROM. EAROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഓൾട്ടറബിൾ റോം ആണ്. ഓപ്ഷൻ എ ആണ്. Electrically alterable ROM. Next question. The instructions used to move data between register pair HL and memory is. So the option B ആണ് LHLD, SHLD. Next question. How many full adders are required to construct n-bit parallel adder? Answer for this question is option A, n-1. What is the number of address lines used in IBM PC bus? So the answer IBM PC bus use the number of address line 16 address line. Option B. Next question. The conversion character used as an argument type for hexadecimal input data in C programming is. Answer X ആണ്. X. C. In C programming, which operator has highest precedence in star, slash and modulo operator? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, സെയിം precedence. Next question. What is the output of the following code? Hash include std.h void main int j is equal to 3, k semicolon k is equal to exclamation 4 and logical and j. Printf new line k is equal to %d k. So ഇതിന്റെ ആൻസർ k is equal to 0 ആണ്. അനലൈസ് ചെയ്ത Which of the following is not true? Option A. A static member function can be called using class name. Option B. A static function can have access to other static member. Option C. A static member function can be virtual. Option D. None of the above. Not true എന്നാണ് ചോദിച്ചേക്കുന്നത്. So option A and option B correct ആണ്. Option C correct അല്ല. So no true ആയതുകൊണ്ട് option C ആണ് നമ്മുടെ ആൻസർ. Static member function can be virtual. Next question. The feature that is not an object-oriented programming concept. നമുക്കറിയാം object-oriented programming concept അല്ലാത്തത് given ഓപ്ഷനിൽ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് എന്നുള്ളതാണ്. ബാക്കി 3 ഓപ്ഷനും object-oriented programming കൺസെപ്റ്റിലുള്ളതാണ്. ഡൈനാമിക് ബൈൻഡിങ് ആൻഡ് മെസ്സേജ് പാസിംഗ്, ഡേറ്റ ഹൈഡിങ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് എന്നുള്ളത് ഊപ്സ് കൺസെപ്റ്റ് അല്ല.
ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ability to provide operator with special meaning is an example of. അറിയാം ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത്, ഓവർലോഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതിൻ്റെ അടുത്തിൽ വരുന്നതാണ്. ഓപ്ഷൻ ഡി ആണ്, പോളിമോർഫിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the macro substitution in a program are done. Option A, after the compilation of the program, before the compilation of the program, after the execution of the program, during the execution of the program. So ഇത് macro substitution വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബിഫോർ ദ കമ്പൈലേഷൻ ഓഫ് ദി പ്രോഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എഫ്ടെൽ ഫംഗ്ഷൻ ഇൻ സി. എഫ്ടെൽ ഫംഗ്ഷൻ ഇൻ സി എന്ന് പറയുന്നത് ഓപ്ഷൻ എ, റിട്ടേൺ ദ കറന്റ് പോയിന്റർ പൊസിഷൻ. ഓപ്ഷൻ ബി, റിട്ടേൺ ദ പൊസിഷൻ ഓഫ് ദി ബിഗിനിങ് ഓഫ് ദി ഫയൽ. ഓപ്ഷൻ സി, റിട്ടേൺ ദ പൊസിഷൻ ഓഫ് ദി എൻഡ് ഓഫ് ദി ഫയൽ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബവ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, ഇറ്റ് റിട്ടേൺ ദ കറന്റ് പോയിന്റർ പൊസിഷൻ. Next question, which of the following is a valid identifier? So given option valid ആയിട്ടുള്ള ഐഡന്റിഫയർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, var_3. Next question, the average complexity of quicksort algorithm is. So here നമ്മുടെ ഓപ്ഷൻ നമുക്കറിയാം ആവറേജ് കോംപ്ലക്സിറ്റി n log n ആണ്. സോ ആവറേജ് കോംപ്ലക്സിറ്റി ആയതുകൊണ്ട് തീറ്റ നൊട്ടേഷൻ, തീറ്റ n log n. Next question, a repeater operate at dash layer. So repeater operate ചെയ്യുന്ന ലെയർ, OSI മോഡൽ ലെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ലെയർ ആണ്, ഓപ്ഷൻ എ. സോ ഇത് അനലൈസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഇനി പ്രൊഫഷണൽ കീ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. താങ്ക് യു.